الله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما صلوات الله والسلام على نبينا ورسولنا وقدوتنا محمد بن عبد الله وعلى آله وأصحابه وعلى من اتبعهم بإحسان إلى يوم الدين أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار സത്യവിശ്വാസികളെ, അങ്ങേയറ്റം ഫിത്നകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമ്മുടെ വിശ്വാസത്തിൽ സംശയമുണ്ടാക്കുന്ന ശിർക്കൻ കാര്യങ്ങളും ബിദ്അത്തുകളും അതുപോലെ തന്നെ നിരീശ്വരവാദ പ്രസ്ഥാനങ്ങളെ തത്വങ്ങളും അതുപോലെ സ്വതന്ത്ര ചിന്തകളുമെല്ലാം വ്യാപിക്കുന്ന ഒരു കാലഘട്ടം. അതുപോലെ തന്നെ തന്റെ അവയവങ്ങൾ കൊണ്ട് പാപങ്ങളിൽ മുഴുകുന്ന ശഹ്വത്തുകൾ, ദേഹേച്ഛകൾ അത് വർദ്ധിക്കുന്ന വ്യഭിചാരവും ലഹരിയും പോലെയുള്ള പലതരത്തിലുള്ള തിന്മകൾ അതിലേക്ക് സ്വാധീനിക്കപ്പെടുന്ന വളരെ അപകടം നിറഞ്ഞ ഒരു കാലഘട്ടത്തിലാണ് നാം ഓരോരുത്തരും ജീവിക്കുന്നത്. സഹോദരങ്ങളെ, മുതദയ്യിനായിട്ടുള്ള ദീനനുസരിച്ച് ജീവിക്കുന്ന ആളുകളിൽ പോലും അവരുടെ ഈമാൻ കുറയുന്നതോ അവരുടെ ഖൽബിന് ഖസ്വത്ത് ബാധിക്കുന്നതോ പോലും മനസ്സിലാക്കാൻ സാധിക്കാത്ത വിധം അശ്രദ്ധയിലും അതുപോലെ തന്നെ വഞ്ചനയിലും അകപ്പെട്ടു പോയിരിക്കുന്ന ഒരു കാലഘട്ടം. നിഫാഖിന്റെ പ്രകടമായ അടയാളങ്ങളിൽ ആളുകളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. ബാഹ്യമായി ആളുകളുടെ മുമ്പിൽ നല്ല മനുഷ്യരായി ജീവിക്കുമ്പോഴും തന്റെ രഹസ്യ ജീവിതങ്ങളിൽ പാപങ്ങളിൽ മുഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. സഹോദരങ്ങളെ, എങ്ങനെയാണ് ഇതുപോലെയുള്ള ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുക? ഫിത്ന വ്യാപിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എങ്ങനെയാണ് നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുക? സഹാബി ശ്രേഷ്ഠനായിട്ടുള്ള ഹുദൈഫത്ത് ഇബ്നു യമാൻ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ രഹസ്യ സൂക്ഷിപ്പുകാരൻ എന്നറിയപ്പെട്ടിരുന്ന, വളരെയധികം അറിവിനോട് താല്പര്യം കാണിച്ചിരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് എല്ലാവരും ഖൈറിനെ കുറിച്ച് ചോദിച്ചിരുന്നപ്പോൾ വരാൻ പോകുന്ന ഷർറുകളെ കുറിച്ച്, അതിനെ ഭയപ്പെട്ടുകൊണ്ട് ഫിത്നകളെ കുറിച്ച് ചോദിച്ചിരുന്ന സ്വഹാബിയായിരുന്നു ഹുദൈഫത്ത് ഇബ്നു യമാൻ. അദ്ദേഹം പറഞ്ഞ പ്രശസ്തമായ ഒരു വാക്കുണ്ട്. അദ്ദേഹം പറയുകയുണ്ടായി, ലയഅതിയന്ന അലന്നാസി സമാനുൻ ലാ യൻജു ഫീഹി إلا من دعا الله بدعاء كدعاء الغريق ليأتين على الناس زمان. ജനങ്ങൾക്കൊരു കാലം വരാനുണ്ട്, വളരെയധികം ഫിത്ന അധികരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ഫിത്നയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്താണ് മാർഗമെന്നറിയാതെ പോകുന്ന ഒരു കാലഘട്ടം. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ലാ യൻജു ഫീഹി, അവിടെ രക്ഷപ്പെടുകയില്ല. അവിടെ രക്ഷപ്പെടുകയില്ല ആരല്ലാതെ? ഇല്ലാ മൻ ദഅ അല്ലാഹ ബിദുആഇൻ കദുആഇൽ ഗരീഖ്. വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവൻ എങ്ങനെയാണോ അല്ലാഹുവിനോട് തേടുക, എങ്ങനെയാണോ ഒരു തേട്ടം നടത്തുക, എങ്ങനെയാണോ പ്രാർത്ഥിക്കുക, അതുപോലെ ഇത് ഈ ഫിത്നകളിൽ നിന്ന് രക്ഷപ്പെടാനും ദീനിൽ നിലനിൽക്കാനും അള്ളാഹുവിനോട് ചോദിക്കുന്നവൻ, അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവനല്ലാതെ രക്ഷപ്പെടില്ല. അതേ സഹോദരങ്ങളെ, അള്ളാഹുവിനോട് നാം ചോദിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഇത്രയധികം കുഴപ്പങ്ങൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ നമുക്കും നമ്മുടെ കുടുംബത്തിനും നമ്മുടെ സന്താനങ്ങൾക്കും വേണ്ടി നാം തേടുമ്പോൾ, വെള്ളത്തിൽ മുങ്ങിത്താഴുന്നവന് മറ്റൊരു പ്രതീക്ഷയും ഇല്ലാതിരിക്കുമ്പോൾ അള്ളാഹുവിനോട് എങ്ങനെയാണോ തേടുക, അതുപോലെയാണ് നാം തേടേണ്ടത്. സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനയുടെ അവസ്ഥ എന്താണ്? എങ്ങനെയാണ് നാം അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നത്? അലസമായിട്ടാണോ? നമ്മുടെ കാര്യങ്ങൾ പ്രത്യേകമായി ചോദിക്കാതെയാണോ? അങ്ങനെ പാടില്ല. അള്ളാഹുവിനോട് ചോദിക്കുമ്പോൾ അത്രയും ആവശ്യക്കാരനായി കൊണ്ടായിരിക്കണം നാം ചോദിക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റബ്ബുക്കും ദുഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബ് പറഞ്ഞിരിക്കുന്നു, എന്നോട് ദുആ ചെയ്യുക, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യുന്നതാണ്. അള്ളാഹു തആല പറഞ്ഞു,
വമാ യഅബു ബിക്കും റബ്ബി ലൗലാ ദുആഉക്കും, എന്റെ റബ്ബ് നിങ്ങൾക്ക് എന്ത് പരിഗണന തരാനാണ് നിങ്ങളുടെ പ്രാർത്ഥനയില്ല എങ്കിൽ, നിങ്ങൾ അവനോട് മാത്രം പ്രാർത്ഥിച്ചില്ല എങ്കിൽ എന്ത് പരിഗണനയാണ് നിങ്ങൾക്ക് അല്ലാഹു തആല നൽകുക? സഹോദരങ്ങളെ, നമ്മുടെ പ്രാർത്ഥനകൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥനകൾ നമ്മൾ കണ്ടിട്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫിത്നകളിൽ നിന്ന് രക്ഷ തേടാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫിതൻ മാ ളഹറ മിൻഹാ വമാ ബതൻ, അല്ലാഹുവേ ഫിത്നകളിൽ നിന്ന് ഞാൻ രക്ഷ തേടുകയാണ്, അതിൽ പ്രകടമായതും ഗോപ്യമായതും എല്ലാത്തിൽ നിന്നും. ഇനി സഹോദരങ്ങളെ, മഹത്തായ ശ്രേഷ്ഠമായ ബറക്കത്ത് നിറഞ്ഞ മാസമായ റമളാനിലേക്ക് നാം പ്രവേശിക്കാൻ നിൽക്കുമ്പോൾ, റമളാനിൽ നാം ഇബാദത്തുകൾക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ, ഖുർആൻ പാരായണവും രാത്രി നിസ്കാരവും ദാനധർമ്മങ്ങളും ഇതെല്ലാം വർദ്ധിപ്പിക്കുമ്പോൾ നാം മനസ്സിലാക്കണം, റമളാൻ എന്നുള്ളത് പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. പ്രാർത്ഥനയ്ക്ക് പ്രത്യേകം ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ്. നോക്കൂ, രണ്ട് പ്രത്യേകതകൾ കൊണ്ടാണ് ഒരാളുടെ പ്രാർത്ഥന റമളാനിൽ സ്വീകരിക്കപ്പെടുന്നത്. ഒന്ന് ഷറഫുൽ ഹാൽ, രണ്ട് ഷറഫുൽ സമാൻ. ഷറഫുൽ ഹാൽ എന്ന് പറഞ്ഞാൽ പ്രാർത്ഥിക്കുന്നവന്റെ അവസ്ഥ, അവൻ നോമ്പുകാരനായിരിക്കും റമളാനിന്റെ പകലുകളിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസത്തുൻ ലാ യുറദ്ദു ദുആഉഹും, മൂന്ന് കൂട്ടർ അവരുടെ പ്രാർത്ഥന തള്ളപ്പെടുകയില്ല, അവരുടെ പ്രാർത്ഥന സ്വീകരിക്കും. ഒന്നാമത്തേത് അൽ ഇമാമുൽ ആദിൽ, നീതിമാനായ ഭരണാധികാരിയാണ്. രണ്ടാമത്തേത് അസ്വാഇമു ലാ ഹത്താ യഫ്തിർ, ഒരു നോമ്പുകാരൻ അവൻ നോമ്പ് തുറക്കുന്നത് വരെ. മൂന്നാമത്തേത് ദഅവത്തുൽ മദ്ലൂം, ആക്രമിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന. ഈ മൂന്നെണ്ണം അല്ലാഹു തആല സ്വീകരിക്കും. നോമ്പുകാരന്റെ പ്രാർത്ഥന പ്രത്യേകം സ്വീകരിക്കപ്പെടുന്നതാണ്. രണ്ടാമത്തേത് ഷർഫുൽ സമാൻ, പ്രത്യേകമായ സമയത്തിന്റെ ശ്രേഷ്ഠത കൊണ്ട് ആ ദുആ ഉത്തരം ചെയ്യപ്പെടും. അതെ, റമളാൻ അതിന്റെ സമയത്തിന് പ്രത്യേകതയുണ്ട്. നോക്കൂ, ഖുർആനിൽ നോമ്പിനെ കുറിച്ചും റമളാനിനെ കുറിച്ചും അതിന്റെ മസ്അലകളെ കുറിച്ചും അള്ളാഹു പഠിപ്പിക്കുന്ന ആയത്തുകളാണ് സൂറത്തുൽ ബഖറയിലെ 183 മുതൽ 187 വരെയുള്ള ആയത്തുകൾ. ആയത്തുകളിൽ 183ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, യാ അയ്യുഹല്ലദീന ആമനു കുതിബ അലൈക്കുമുസ് സിയാം കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു സത്യവിശ്വാസികളെ, മുൻഗാമികൾക്ക് ആക്കിയതുപോലെ നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടി. അതിന്റെ ചില മസ്അലകൾ തുടർന്നുള്ള ആയത്തിലും പറഞ്ഞു. 185ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹി അൽ ഖുർആൻ ഹുദൽ ലിന്നാസ് വബയ്യിനാതി മിനൽ ഹുദാ വൽ ഫുർഖാൻ, റമളാൻ എന്നുള്ളത് ഖുർആൻ ഇറക്കപ്പെട്ട മാസമാണ്, നേർമാർഗം അറിയിച്ചുകൊണ്ട്, അതുകൊണ്ട് ആ മാസം എത്തുന്നവർ നോമ്പ് നോൽക്കട്ടെ എന്ന് പറഞ്ഞു. ശേഷം 187ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിന്റെ മസ്അലകൾ തന്നെ പഠിപ്പിക്കുകയാണ്. ഉഹില്ല അലൈക്കും ലൈലത്തസ് സിയാമി അർറഫദു ഇലാ നിസായിക്കും, നിങ്ങൾക്കിതാ റമളാനിന്റെ രാത്രികളിൽ നിങ്ങളുടെ സ്ത്രീകളുമായിട്ട് നിങ്ങളുടെ ഭാര്യകളുമായിട്ട് ശാരീരിക ബന്ധം അനുവദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഇവിടെ നോക്കൂ, ഈ ആയത്തുകൾക്കിടയിൽ 186ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രത്യക്ഷമായി നോമ്പുമായോ അല്ലെങ്കിൽ റമളാനുമായോ ബന്ധമില്ലാത്ത ഒരു കാര്യമാണ് പറയുന്നത്. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത്തദ് ദാഇ ഇദാ ദഅാൻ ഫൽയസ്തജീബൂ ലി വലിയുഅ്മിനൂ ബി ലഅല്ലഹും യർഷദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ആയത്തിൽ, നബിയെ, താങ്കളോട് എന്നെ പറ്റി എന്റെ അടിമകൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ അവരുടെ അടുത്ത് തന്നെയുണ്ട്, അവരെന്നെ വിളിച്ച് തേടട്ടെ, അവരെന്നോട് ദുആ ചെയ്യട്ടെ, അവർ എന്റെ വിളിക്ക് ഉത്തരം ചെയ്യട്ടെ, അവരെന്നിൽ വിശ്വസിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ദുആഇന് വേണ്ടി പ്രേരിപ്പിക്കുന്ന പ്രോത്സാഹിപ്പിക്കുന്ന ആയത്താണ്. ഈ നോമ്പിന്റെ ആയത്തുകൾക്കിടയിൽ, റമളാനിന്റെ ആയത്തുകൾക്കിടയിൽ ഇതിനെ പരാമർശിച്ചത് പണ്ഡിതന്മാർ പറഞ്ഞു, അതെ, റമളാൻ എന്നുള്ളത് നോമ്പ് പ്രത്യേകം പ്രാർത്ഥന ഉത്തരം ചെയ്യപ്പെടുന്ന സമയമാണ് എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ രണ്ട് കാരണങ്ങൾ കൊണ്ട് ദുആഇന് ഉത്തരം ചെയ്യപ്പെടുന്ന ഒരു മാസം കൂടിയാണ് റമളാൻ. നമ്മുടെ മറ്റുള്ള ഇബാദത്തുകളെ പോലെ തന്നെ നമ്മൾ ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ, രാത്രി നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ, അതുപോലെ ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുമ്പോൾ തന്നെ നമ്മുടെ ദുആ ഏറ്റവും അധികം വർദ്ധിപ്പിക്കേണ്ട മാസമാണ് റമളാൻ. എങ്ങനെയായിരിക്കണം അത്? അത് ഏറ്റവും അല്ലാഹുവിലേക്ക് ആവശ്യക്കാരനായിക്കൊണ്ട് മുങ്ങിത്താഴുന്ന ഒരാൾ ദുആ ചെയ്യുന്നത് പോലെ. ഒരിക്കൽ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അടുക്കൽ വീട്ടിലേക്ക് ചില ആളുകൾ വന്നു. അങ്ങനെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയപ്പോൾ അദ്ദേഹം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, താടി നനഞ്ഞു കുതിരുമാറ് അദ്ദേഹം കരയുകയാണ്. അങ്ങനെ ഈ വ്യക്തികൾ വന്നപ്പോൾ ഈ ഫുളൈൽ ഇബ്നു ഇയാദ് റഹിമഹുല്ലാഹ് ഈ ആളുകളോട് പറഞ്ഞു, അലൈക്കും ബിൽ ഖുർആൻ അലൈക്കും ബിസ്സലാഹ്, നിങ്ങൾ ഖുർആനിനെ മുറുകെ പിടിക്കുക, നിസ്കാരത്തെ മുറുകെ പിടിക്കുക. ഇന്നമാ ഹാദിഹി സമാനു ബുകാഇൻ വതദർറുഇൻ വസ്തഖാനത്തിൻ വദുആഇൻ കദുആഇൽ ഗരീഖ്, ഈ കാലഘട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങളെ ഓർത്ത് കരയേണ്ട ഒരു കാലഘട്ടമാണ്, അള്ളാഹുവിനോട് താഴ്മ കാണിക്കേണ്ട കാലഘട്ടമാണ്, അള്ളാഹുവിനോട് കീഴ്വണക്കം കാണിക്കേണ്ട കാലഘട്ടമാണ്.
അതുപോലെ തന്നെ ദുആ ചെയ്യണം. മുങ്ങിത്താഴുന്ന ഒരാൾ എങ്ങനെയാണോ രക്ഷയ്ക്ക് വേണ്ടി തേടുക, അതുപോലെ അള്ളാഹുവിനോട് ദുആ ചെയ്യേണ്ട ഒരു കാലഘട്ടമാണ് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതേ സഹോദരങ്ങളെ, ഫിത്നകൾ അധികരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദുആ കൊണ്ടല്ലാതെ, അള്ളാഹുവിനോട് നിഷ്കളങ്കമായ സത്യസന്ധമായ തേട്ടം കൊണ്ടല്ലാതെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയില്ല. അതുകൊണ്ട് റമളാനിൽ മറ്റുള്ള ഇബാദത്തുകളോടൊപ്പം ധാരാളമായി അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് ദുആ ചെയ്യുക. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അഖൂലു ഖൗലി ഹാദാ അസ്തഗ്ഫിറുല്ലാഹി ലി വലക്കും വസ്തഗ്ഫിറു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു. ഇബാദല്ലാഹ് തഖുല്ലാഹ്. സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം റമളാൻ അടുത്തു കഴിഞ്ഞാൽ സ്വഹാബികളോട് പറയുമായിരുന്നു, അതാക്കും റമളാൻ, നിങ്ങൾക്കതാ റമളാൻ വന്നിരിക്കുന്നു, നിങ്ങൾക്കതാ റമളാൻ വന്നെത്തിയിരിക്കുന്നു. ഷഹ്റുൻ മുബാറകുൻ, ബറക്കത്ത് നിറഞ്ഞൊരു മാസമാണത്. അങ്ങേയറ്റം ബറക്കത്തുകൾ നിറഞ്ഞിട്ടുള്ള ഒരു മാസമാണ് റമളാൻ എന്നുള്ളത്. എന്നിട്ട് പറഞ്ഞു, ഫറദല്ലാഹു അലൈക്കും സിയാമഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മാസത്തിൽ നിങ്ങൾക്ക് നോമ്പിനെ നിർബന്ധമാക്കിയിട്ടുണ്ട്. തുഫ്തഹു ഫീഹി അബ്വാബുസ് സമാ വതുഗ്ലഖു ഫീഹി അബ്വാബുൽ ജഹീം. അതെ, ഈ മാസത്തിൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ അതാ തുറക്കപ്പെടുന്നു, നരകത്തിന്റെ കവാടങ്ങൾ അതാ അടക്കപ്പെടുന്നു. ആ മാസത്തിൽ സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന കർമ്മങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കുക, പാപങ്ങൾ നിങ്ങൾ ഒഴിവാക്കുക. എന്നിട്ട് പറഞ്ഞു, വതുഗല്ലു ഫീഹി മർദതുശ് ശയാത്തീൻ, പിശാചുക്കളെ ആ മാസത്തിൽ ബന്ധിതരാക്കും. എന്നിട്ട് പറഞ്ഞു, വലില്ലാഹി ഫീഹി ലൈലത്തുൻ ഖൈറും മിൻ അൽഫി ഷഹർ, അല്ലാഹുവിന് ആ മാസത്തിൽ ഒരു രാത്രിയുണ്ട് 1000 മാസത്തിനേക്കാൾ ശ്രേഷ്ഠമായിട്ടുള്ള രാത്രി. മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, അതിന്റെ നന്മകൾ ആർക്കാണോ തടയപ്പെട്ടത് അവനാണ് യഥാർത്ഥത്തിൽ നന്മകൾ തടയപ്പെട്ടവൻ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതേ സഹോദരങ്ങളെ, റമളാൻ എന്നുള്ളത് സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കുന്ന മഹത്തായിട്ടുള്ള മാസമാണ്. പിശാചുക്കളെ ബന്ധിതരാക്കുന്ന ശ്രേഷ്ഠമായിട്ടുള്ള മാസമാണ്. സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് ആ സ്വർഗത്തിലേക്ക് ഏറ്റവും നല്ല രീതിയിൽ അടുക്കേണ്ട മാസമാണ്. നമ്മുടെ സമയം അശ്രദ്ധമായി കളഞ്ഞുകൂടാ. നമ്മുടെ ഒരു നിമിഷം പോലും റമളാനിൽ അള്ളാഹുലേക്ക് അടുപ്പിക്കുന്ന ഒരു കർമ്മമില്ലാതെ നഷ്ടപ്പെടുത്താൻ പാടില്ല. നോക്കൂ, പുണ്യങ്ങൾ ചെയ്ത് അള്ളാഹുലേക്ക് അടുക്കുന്ന ആളുകൾ, അവർക്ക് സ്വർഗത്തിലുള്ള പ്രതിഫലങ്ങൾ എത്രയാണ് ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ അറിയിച്ചിട്ടുള്ളത്. ഇന്നൽ അബ്റാറ ലഫീ നഈം, പുണ്യം ചെയ്യുന്ന ആളുകൾ അവർ സ്വർഗത്തിലായിരിക്കും, അവർ എല്ലാവിധ അനുഗ്രഹങ്ങളിലായിരിക്കും. അലൽ അറായികി യൻദുറൂൻ, അവരതാ പരസ്പരം നോക്കിക്കൊണ്ടിരിക്കുന്ന സോഫകളിൽ ചാരിയിരിക്കുന്ന അവസ്ഥയിലായിരിക്കും. തഅരിഫു ഫീ വുജൂഹിഹിം നദ്റത്തുൻ നഈം, അവരുടെ മുഖത്തതാ പ്രകാശം തെളിഞ്ഞിട്ടുണ്ടാകും. സ്വർഗാവകാശികളുടെ മുഖത്ത് ഒരു പ്രകാശം തെളിഞ്ഞിട്ടുണ്ടാകും. അവർ വിശിഷ്ടമായ പാനീയങ്ങൾ കുടിക്കുന്നവരായിരിക്കും. യുസ്ഖൗന മിൻ റഹീഖിൻ മഖ്തൂം, സീല് വെക്കപ്പെട്ടിട്ടുള്ള, മിസ്ക് കൊണ്ട്, കസ്തൂരി കൊണ്ട് സീല് വെക്കപ്പെട്ടിട്ടുള്ള പാനീയങ്ങൾ അവർക്കുണ്ടാകും. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഫൽയതനാഫസിൽ മുതനാഫിസൂൻ, ഇതുപോലെയുള്ളതിന് മത്സരിക്കുന്നവർ മത്സരിക്കട്ടെ. മത്സരിക്കേണ്ടത് ഇതിനാണ്, നാളെ ഒരുക്കി വെച്ചിട്ടുള്ള സ്വർഗത്തിന്റെ ആ അനുഗ്രഹങ്ങൾക്കാണ്. ലിമിസ്ലി ഹാദാ ഫൽയഅമലിൽ ആമിലൂൻ, സ്വർഗത്തിന്റെ അനുഗ്രഹങ്ങളെ പറ്റി പറഞ്ഞുകൊണ്ട്, അതിലെ സുഖ സൗകര്യങ്ങളും പഴങ്ങളും ഇണകളെയും പറ്റി പറഞ്ഞുകൊണ്ട് അള്ളാഹു പറഞ്ഞതാണ്, ഇതുപോലെയുള്ളതിനു വേണ്ടി പണിയെടുക്കുന്നവർ പണിയെടുക്കട്ടെ എന്നുള്ളത്. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാൻ സൽക്കർമ്മങ്ങൾ ചെയ്ത് മുന്നേറാനുള്ള ഒരു അവസരമാണ്. അള്ളാഹുവിനോട് ധാരാളം ദുആ ചെയ്യാനും ദുആ ഉത്തരം ചെയ്യപ്പെടുന്ന മാസമാണ്. ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. സൽക്കർമ്മങ്ങൾ കഴിയുന്നത്ര വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. ഐച്ഛികമായ നിസ്കാരങ്ങൾ വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. അതുപോലെ എല്ലാ ദിക്റുകളും എല്ലാം വർദ്ധിപ്പിക്കേണ്ട മാസമാണ്. പാപങ്ങൾ ഒഴിവാക്കേണ്ടതാണ്. പാപങ്ങളെ പ്രത്യേകമായി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, എല്ലാ സമയത്തും, റമളാനിൽ പ്രത്യേകിച്ചും. അതുകൊണ്ട് സഹോദരങ്ങളെ, റമളാനിത നമ്മുടെ ഏറ്റവും അടുത്തിരിക്കുകയാണ്. അതിനുവേണ്ടി ഒരുങ്ങുക, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും നിയ്യത്തുകൾ കൊണ്ടും ആ റമളാനിന് വേണ്ടി ഒരുങ്ങുക. ആ റമളാനിലേക്ക് പ്രവേശിക്കുമ്പോൾ ഏറ്റവും നല്ല അവസ്ഥയിൽ പ്രവേശിക്കാൻ ഒരുങ്ങുക. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. റമളാനിൽ ഏറ്റവും നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് അല്ലാഹുവിലേക്ക് അടുക്കാൻ നമുക്ക് തൗഫീഖ് നൽകട്ടെ. നാളെ വിശാലമായ സ്വർഗത്തിൽ ആ സ്വർഗാവകാശികളായി നമ്മെ ഓരോരുത്തരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മാറ്റുമാറാകട്ടെ. ഈ റമളാൻ കഴിയുമ്പോഴേക്ക് നമ്മുടെ പാപങ്ങൾ, സംഭവിച്ചു പോയിട്ടുള്ള അബദ്ധങ്ങൾ, അതെല്ലാം പൊറുത്തു കിട്ടുന്ന ആളുകളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ രാത്രിയിലും നരകാവകാശികളാകുന്ന ആളുകളെ ഒഴിവാക്കുന്നതിൽ നമ്മെയും ഒഴിവാക്കി ഏറ്റവും നല്ല സ്വർഗത്തിലെ ഉന്നതമായ പദവിയിൽ നമ്മെ എത്തിക്കുമാറാകട്ടെ. അല്ലാഹു മഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാത് യാ ഖാദിയൽ ഹാജാത്ത്.
اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين.